ഹേ രാമ, ഹേ രാമ, അങ്ങയുടെ രാമനാമം തൃപ്തി മനോമമ. എൻ്റെ മനസ്സിന് ഒരിക്കലും തൃപ്തി വരരുത്. തൃപ്തി വന്നു കഴിഞ്ഞാൽ അതെന്താവും? ഭക്തിയാവും. എനിക്കൊരിക്കലും ജീവിതത്തിൽ എന്ത് വരരുത്? തൃപ്തി വരരുത്. എന്ത്? രാമ 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 എന്ന് ജപിച്ചിട്ട് തൃപ്തി വരരുത്. തൃപ്തി വന്നു കഴിഞ്ഞാൽ ഭക്തി വന്നു. ഭക്തി വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എൻ്റായി. ഒരിക്കലും എനിക്ക് തൃപ്തി വരരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാമൻ അനുഗ്രഹിക്കുന്നത്. നിനക്കൊരിക്കലും തൃപ്തി വരാത്തിടത്തോളം രാമനാമം ജപിക്കാൻ ഇടവരട്ടെ. കാരണം അപ്പോഴാണ് രാമനാമത്തിൻ ചിരഞ്ജീവിയായി നീ വാഴുകൻ ആലയം തന്നിൽ. എൻ്റെ ഹൃദയമാകുന്ന ഗുഹാക്ഷേത്രത്തിൽ നീ ചിരഞ്ജീവിയായി. ഹനുമാൻ എന്തായി? എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ബുദ്ധിയിൽ, ബോധത്തിൽ, ചിന്തകളിൽ രാമനാമമായി മാറണം. ഇതാണ് രാമായണത്തിന് മാനവ രാശിയോട് പറയാനുള്ളത്. ഇതാണ് രാമായണം. ഇത് നാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാമനാമത്തിൻ്റെ വികസിത രൂപമാണ് എന്ത്? രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ. അതുകൊണ്ട് ഈ ഒരൊറ്റ നാമം കൊണ്ട് 24,000 ശ്ലോകങ്ങൾ വികസിക്കാൻ സാധിക്കുമെങ്കിൽ ഈ രാമനാമം കൊണ്ട് നമുക്കോരോ ഹിന്ദുക്കൾക്കും അവരവരുടെ ജീവിതം 24,000 ശ്ലോകങ്ങളായ രാമായണമാക്കി വികസിപ്പിക്കാം. രത്നാകരൻ എന്ന കള്ളൻ ആരായി? ആദികവിയായി, ഋഷീശ്വരനായി, വാത്മീകി ഋഷിയായി വളർന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വളരാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ആദ്യം ചൊല്ലിയ ആ മന്ത്രം ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് തന്ത്രസമുച്ചയത്തിലുള്ള മന്ത്രമാണ്. രാമം രാക്ഷസധൂമഹേതു മനിഷം വന്ദേ ദശാസ്യന്തകം. നമ്മുടെ ആസുരീകമായ 10 തലകൾ. അവന് ഇത്തിരി തല കൂടുതലാണ് നമ്മൾ പറയാറില്ലേ? അവന് പഠിക്കുന്ന കുട്ടി അവന് നല്ല തലയുണ്ട് പറയാറില്ലേ? മുസ്ലിം ടെററിസ്റ്റുകൾ നമ്മൾ പറയില്ല അവൻ്റെ തല തിരിഞ്ഞു പോയി എന്ന് പറയാറില്ലേ? തിരിഞ്ഞ 10 തലയാണ് രാവണൻ. അപ്പം തിരിഞ്ഞ തലകളൊക്കെ നശിപ്പിക്കുന്നതാണ് വന്ദേ ദശാസ്യന്തകം. അപ്പോൾ ദശാസ്യന്തകനായ രാമൻ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ബോധത്തിൽ വളരുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ രാമനാമം ജീവിതത്തിൻ്റെ സായങ്കാലത്ത് ഒരു വാക്കിംഗ് സ്റ്റിക്കായി കൊണ്ടു നടക്കാം.